سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم خذ بيدي قلت حيلتي أدركني أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار إن الله يفعل ما يريد صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ആദരണീയരായ ഈ പ്രദേശത്ത് ദീർഘകാലങ്ങളായി ഇവിടെ നടക്കുന്ന എല്ലാ നല്ല നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട തങ്ങളും കൂടിയായ ആദരണീയരായ സയ്യിദ് യഹ്യ തങ്ങൾ അവരുകൾ നമ്മുടെ ഈ മഹത്തായ പരിപാടി ചുരുങ്ങിയ സമയമാണെങ്കിലും നമ്മെ ഉപദേശിച്ച് ഈ വേദി ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച ഞങ്ങളുടെ എല്ലാവരുടെയും ആദരണീയരായ വലമുണ്ടോ ഉസ്താദ്, സ്ഥലം ഖതീബ് പ്രിയപ്പെട്ട ഹനീഫ് സാദി ഉസ്താദ്, പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഉസ്താദുമാർ,
ഈ നാട്ടിലെ മഹത്തായ നമ്മുടെ പള്ളിയുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, വിശിഷ്യ സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട ഗൗസിയ യൂസുഫ് സാഹിബ്, ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ നല്ലവരായ ഉപ്പമാർ, ജ്യേഷ്ഠാനുജന്മാർ, ഉമ്മമാർ, സഹോദരിമാർ, ഈ നാട്ടിലെ നല്ലവരായ ഒരു കൂട്ടം യുവാക്കൾ നുസ്റത്തുൽ ഇസ്ലാം വെൽഫെയർ അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന ഇവിടുന്ന് രൂപീകരിക്കുകയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ തുടങ്ങി ആരാലും വാഴ്ത്തപ്പെടുന്ന, പ്രശംസിക്കപ്പെടുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ 27ാം വാർഷികവും 21ാം സ്വലാത്ത് വാർഷികവും അതിൻ്റെ പേരിലാണ് ഈ ഒരു ദിവസം ഈ സ്ഥലത്ത് നാം എല്ലാം സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു ഞങ്ങളെയെല്ലാം സ്വർഗത്തിൽ ഇതിലേറെ സന്തോഷത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ മഹത്തായ സംഘടനയ്ക്ക് എല്ലാ അർത്ഥത്തിൽ നേതൃത്വം നൽകുന്ന വന്യരായ തങ്ങളവരുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുകയും ഇനിയും ദീർഘകാലം ഈ നാടിന് നേതൃത്വം നൽകുകയും ഈ കൂട്ടായ്മയെ വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട വാലേമണ്ടോ ഉസ്താദ് അവരുകൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാം മറന്നുകളയും. അങ്ങനെയാണ്. ഉസ്താദ് വഅദ് പറയാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല. നേരത്തെ ഉസ്താദ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, എല്ലാവരുടെയും ആവേശമാണ് എന്ന് ഉസ്താദിന്റെ ആ സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു. എന്നാൽ ഞങ്ങളൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഏത് പരിപാടിയിലും വഅദിന്റെ പരമ്പര, പഴയ വഅദിന്റെ പരമ്പര എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന, 20 ദിവസം നീണ്ടു നിൽക്കുന്ന, അതിൽ ഒരു സ്ഥിരം ഒരു വഅദ് പറയണ മഹാനരായിരുന്നു ബഹുമാനപ്പെട്ട വാലേമണ്ടൂർ ഉസ്താദ്. ഉസ്താദിന്റെ ആ വരവും ആ നടത്തവും ആ പോക്കുമെല്ലാം ഒരുപാട് വ്യത്യസ്തമായിരുന്നു. ആരാലും ആകർഷിക്കപ്പെടുന്ന, സാധാരണഗതിയിൽ വഅദിന് വന്നാല് വേഗം സ്ഥലം വിടാനാണ് എന്നെ പോലത്തെ ആളുകളൊക്കെ നോക്കുക. ഉസ്താദ് അങ്ങനെയല്ല. കിട്ടണ ബസ്സിലങ്ങ് കയറി വരും. സംഘാടകർക്കൊന്നും അക്കാലത്ത് അങ്ങനെയാണല്ലോ, പ്രയാസം കൊടുക്കാതെ മഹാനവരുകൾ വരികയും വഅദ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ താമസിക്കുകയും ചെയ്യുന്ന പതിവായിരുന്നു എന്ന് തോന്നുന്നു. ഇന്നും ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ച വീട്ടിലാണോ അതല്ല മരിച്ച ഉമർഖാന്റെ വീട്ടിലാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഏതായാലും രണ്ടാലൊരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഇപ്പൊക്കെ ആഫിയത്തൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ അപ്പോഴും പറഞ്ഞത് ബസ്സിലെല്ലാം ഒന്ന് പോയി വരാൻ പറ്റിയ കോലത്തിൽ അല്ലാഹു ആക്കി തന്നു എന്നാണ്. അപ്പോഴും ഉസ്താദ് ബസ്സിന്റെ വർത്താനാ പറയണത്. കാരണം അന്ന് മുതൽ അങ്ങനെയാണ്, ബസ്സിൽ പോയിട്ടാ പരിചയം. അപ്പൊ ബസ്സിലൊക്കെ പോയി വരാനുള്ള ആഫിയത്തൊക്കെ അല്ലാഹു അൽഹംദുലില്ലാ തന്നു എന്നാണ് എന്നോട് പറഞ്ഞത്.
സത്യത്തിൽ ഉസ്താദിന്റെ ഒക്കെ ആ ഉപദേശം ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോൾ ഞാൻ ഇന്ന് എന്റെ വാത് ഇവിടെ നടന്നില്ലെങ്കിലും തിരക്കേടില്ല, ഉസ്താദ് തന്നെ കുറച്ചും കൂടി നേരം സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. കാരണം ഇന്നത്തെ വാത് പോലൊന്നും അല്ലല്ലോ അവരുടെയൊക്കെ വാത്. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാതുകളാണ്. അത് ശരിക്കും മോമിനീങ്ങളുടെ കൽബിൽ കൊള്ളും. അങ്ങനെ കൊണ്ടവരാണ് നമ്മുടെ പഴയകാല ആളുകളൊക്കെ. അല്ലാഹു തആല ഉസ്താദിന് ഇനിയും നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുത്ത് ഇനിയും ഞങ്ങളെ ഒരുപാട് ഉപദേശിക്കാനും ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാലം നേതൃത്വം നൽകാൻ അല്ലാഹു ആഫിയത്തും തൗഫീഖും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇടക്കാലത്ത് ഗൾഫിൽ ചെന്നപ്പോഴും ശാരീരികമായ അസ്വസ്ഥത അനുഭവപ്പെട്ടെങ്കിലും അൽഹംദുലില്ലാഹ് ഇന്ന് ഉസ്താദിനെ ഈ നിലക്ക് ഞങ്ങളൊക്കെ കയറി ഇറങ്ങണ വേദിയിൽ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾക്ക് മുന്നിൽ ഒന്നരായ ഉസ്താദ് ഈ ആഫിയത്തോടുകൂടെ ഞങ്ങളെ മുന്നിലുണ്ട് എന്നത് തീർച്ചയായും ഞങ്ങൾക്കൊക്കെ വലിയ ആശ്രയമാണ്. അല്ലാഹുവേ, ആ തണലൊന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത് ആ പച്ചപ്പിടിച്ച മരമായി തന്നെ ബാടിപ്പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ ഇനിയും ഞങ്ങൾക്ക് അവരെയൊക്കെ ആശ്രയിച്ച് അവലംബിച്ച് കുറെ കാലം നിന്റെ ദീനിനു വേണ്ടി ഒരുമിച്ച് കൂടാനും ഇൽമു പറയാനും കേൾക്കാനും എല്ലാം നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനേ. ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകളെ കല്യാണം ഇന്നലെ കഴിഞ്ഞു. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മകളുടെയും മരുമകന്റെയും വൈവാഹിക ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലെല്ലാം നീ വലിയ സന്തോഷവും ബറക്കത്തും നൽകണേ റഹ്മാനേ എന്ന് ഞാൻ ഈ സമയം ദുആ ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ജനങ്ങളെ മുഴുവനും വിളിച്ച് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു വാചകം സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിൽ കാണാൻ കഴിയും. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. ഓ ജനങ്ങളെ, നിങ്ങളെല്ലാം അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കേണ്ടവർ ആണ്. എന്തിനാണ് നിങ്ങളൊക്കെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം എന്ന് പറയാൻ കാരണം ഇന്ന സൽസലത സാഅതി ശൈഉൻ അദീം. ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്, അത് ഇല്ലാത്തത് ഉള്ള രൂപത്തിൽ അവതരിപ്പിക്കുകയല്ല, ആലങ്കാരികമായി പറഞ്ഞ് അതിന്റെ വലിപ്പം കൂട്ടിയിട്ട് പർവ്വതീകരിക്കുകയല്ല, മറിച്ച് തീർച്ചയായും ഒരു അന്ത്യനാളുണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയാണ്. ആ അന്ത്യനാളിലെ ഭൂചലനവും ഭൂമി കുലുങ്ങലും ഭൂകമ്പവും അതെല്ലാം വല്ലാത്ത സംഭവമാണ്. അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ സംഭവമാണ് എന്നെല്ലാം പറഞ്ഞ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നത് എന്താണ്? നിങ്ങളെല്ലാം അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. എന്നിട്ട് ആ ഒരു ദിവസം അന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല പറയുന്നത് കാണാൻ കഴിയും. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറ الناس സുകാറാ വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. അന്ന് നിങ്ങളൊക്കെ ഒരു ഉമ്മ, ഈ മറക്കപ്പുറത്തിരുന്ന് വാത് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ആ ഉമ്മ ആണുങ്ങൾക്കൊന്നും കഴിയാത്ത ഒരു കാര്യം, അത് പെണ്ണുങ്ങളിലൂടെ മാത്രം സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അത്? കുട്ടിക്ക് മുലയൂട്ടുക, പാല് കുടിപ്പിക്കുക എന്നാണ്. ഉമ്മാന്റെ അമ്മിഞ്ഞിപ്പാല് കുഞ്ഞു കുടിക്കുക എന്നാണ്. അത് ആണുങ്ങളെ കൊണ്ട് കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ കടന്നിട്ടുള്ള കുഞ്ഞ്, അക്കുഞ്ഞിങ്ങനെ കരയാൻ തുടങ്ങിയാൽ ആ കരച്ചില് നിർത്താൻ ചിലപ്പോ ഉമ്മ ബാത്റൂമിലായിരിക്കും, അല്ലെങ്കിൽ ടോയ്ലറ്റിലായിരിക്കും,
അപ്പൊ കുട്ടി ഇങ്ങനെ കരയണത് കേട്ട ഉമ്മ ചിലപ്പോ മനുഷ്യ ഒന്ന് കുഞ്ഞിനെ കയ്യിൽ പിടിക്കാൻ വേണ്ടി പറയും. കടന്ന കുഞ്ഞിനെ കയ്യിൽ അങ്ങെടുത്ത് ബാപ്പ അങ്ങെടുത്ത് നടന്നാൽ കുട്ടി കരച്ചിൽ നിർത്തും. ബാപ്പ കയ്യിൽ പിടിച്ചിട്ടും കുട്ടി കരയുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ കരച്ചിലിന്റെ ആശയം വേറെ എന്നതിന്റെ അർത്ഥം. കിടന്നതല്ല പ്രശ്നം, കയ്യിലെടുത്ത് എണീറ്റ് പിടിച്ച് നിൽക്കാത്തതല്ല പ്രശ്നം. പിന്നെ കുഞ്ഞിന്, പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് വിശക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ആ വിശപ്പ് മാറ്റാൻ ബാപ്പാനെ കൊണ്ട് കഴിയോ? കഴിയില്ല. അത് ഈ മറക്കപ്പത്തിരിക്കണ ഉമ്മമാർക്കേ അത് കഴിയുള്ളൂ. അത് എന്റെ കുട്ടിയുടെ വിശപ്പ് മാറ്റാനും എന്നെ കൊണ്ട് കഴിയില്ല. അത് ഈ വേള് പറയുന്ന എന്റെ ഭാര്യയെ കൊണ്ടാ കഴിയാ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഒരു കാലുണ്ടായിരുന്നു, എത്ര മുലയൂട്ടിയാലും ഉമ്മമാർക്കൊന്നും എന്തില്ല, മടിയില്ല. ഇന്ന് ചിലപ്പോ കുറച്ചു നേരം കുടിച്ചിട്ട് വീണ്ടും കരയാൻ തുടങ്ങിയാൽ ഇപ്പല്ലല്ല നിക്ക് തന്നോ, മുണ്ടാണ്ട് പറഞ്ഞോകാവില്ലല്ല എന്ന് ചോദിക്കാൻ തുടങ്ങിയ കാലം വന്നോ എന്ന് ഈ മൊബൈലിന്റെ കാലത്ത് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. പണ്ടങ്ങനെ ഉണ്ടായിരുന്നോ? അല്ല. ഉമ്മാക്ക് ഭയങ്കര രസമാണ് കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാന്ന് പറഞ്ഞത്. കാരണം അത് കുറെ കാലൊന്നും ഉണ്ടാവൂല, കുറച്ച് സമയമല്ലേ ഉണ്ടാവുള്ളൂ. എന്നാൽ ആ കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ ഉമ്മാക്ക് എന്തൊരാവേശമാണ്, ഉമ്മാക്ക് എന്തൊരു സന്തോഷമാണ്. അതിനുമ്മാക്കൊരു മടിയുമില്ല, ഒരു ബേജാറുമില്ല. എന്നാൽ ഉമ്മമാരെ, ഈ ലോകം അവസാനിക്കുന്നൊരു ദിവസം, അന്ന് നേർക്കുനേര് ചില രംഗങ്ങൾ കാണാനുണ്ടത് ഖുർആൻ പറഞ്ഞതാണ്. ഉമ്മ കുഞ്ഞിനിങ്ങനെ മുലയൂട്ടുന്നു, പാല് കുടിപ്പിക്കുന്നു. പക്ഷേ പെട്ടെന്നതാ കുടിപ്പിക്കുന്നത് നിർത്തിക്കളഞ്ഞു. ഉമ്മാന്റെ ശ്രദ്ധ എങ്ങ് മാറിപ്പോയി. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എത്ര കാലമാണ് ഉമ്മ കുഞ്ഞിന് മുലയൂട്ടിയത്? ഒരു ശ്രദ്ധക്കുറവും ഉമ്മക്കുണ്ടായിട്ടില്ല. അതേ സമയത്ത് ഈ ലോകം അവസാനിക്കുമ്പോൾ, അന്ന് കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ ഉമ്മാന്റെ ശ്രദ്ധ മാറിപ്പോയി. കാരണം ആ അന്ത്യനാള് വല്ലാത്തൊരു സംഭവമാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ആ അന്ത്യനാളിന്റെ ഗൗരവം കൊണ്ട് അതാ ഗർഭിണികളായ സ്ത്രീകൾ അറിയാതെ പ്രസവിച്ചുപോയി. അറിയാതെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വേദനയില്ല എന്നാണോ? അല്ല, വേദനയില്ല എന്നല്ല. പിന്നെയോ, അതെ, അവർക്ക് ആ വേദന അവിടുന്ന് സഹിക്കുന്നതിന് തടസ്സമില്ല. എന്തേ കാരണം? അതിനപ്പുറമുള്ള വേദന അവർ നേർക്കുനേരെ കണ്ട് അനുഭവിക്കുകയാണ്. അന്ത്യനാളിന്റെ വേദന. ജനങ്ങളെല്ലാം അശ്രദ്ധവാന്മാരായി നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എവിടേക്ക് പോകുന്നു ഒരു പിടുത്തവുമില്ല, എവിടുന്ന് വരുന്നു ഒരു പിടുത്തവുമില്ല. എന്നാൽ ഖുർആൻ പറയാണ്, വമാ ഹും ബിസുകാറ. അവരാരും മസ്താന്മാരല്ല, മസ്തു പിടിച്ചവരല്ല. പക്ഷേ വലാകിന്ന അദാബല്ലാഹി ശദീദ്. അല്ലാഹുവിന്റെ ശിക്ഷ അത് വളരെ ശക്തമാണ് കേട്ടോ. അങ്ങനെയൊരു ഉള്ള ഒരു അന്ത്യനാള് വരാനിരിക്കുന്നുണ്ട്. വാള് എന്തിനാണ് യുവാക്കളെ? എന്തിനാണ് വാള്? എന്തിനാണ് വാളും ഉപദേശവും? ഖൽബിൽ വലിയ മാറ്റമുണ്ടാകാനാണ്. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ സർവ്വ വാളിന്റെ സദസ്സുകളും അത്തരത്തിലുള്ളതാക്കി തരണേ അല്ലാഹ്. ഞാൻ ഉസ്താദിനോട് നേരത്തെ തന്നെ പോവാൻ പറഞ്ഞതാണ്. പക്ഷെ എന്നാലും
തുടങ്ങിയിട്ട് പോവാന്ന് അവസ്ഥ പറഞ്ഞു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. വഅദിന്റെ സദസ്സുകളെല്ലാം ഖൽബിൽ വലിയ മാറ്റം വരുത്താനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് വഅദ് പറയുമ്പോൾ പിന്നെ ആ സ്വഹാബത്തിനോട് നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സ്വഹാബത്തിനോട് അന്ത്യനാളിനെ കുറിച്ചൊക്കെ പറയുമ്പോ പിന്നെ സ്വഹാബത്തിന്റെ വീട്ടിന്റെ അടുപ്പത്ത് ഭക്ഷണം പാകം ചെയ്യപ്പെട്ടിട്ടില്ല എന്നാ ചരിത്രം പറയണം. എന്താ കാരണം? അവർക്ക് പിന്നെ പേടി കൽബിലങ്ങിരുന്നു. അങ്ങനെയാണല്ലോ, ഒരു മനുഷ്യന്റെ മനസ്സിൽ പേടി ഇരുന്നാല് ഒന്നും ചെയ്യാൻ തോന്നൂല. അതുകൊണ്ടാണ് ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, നീ എന്താ ഒന്ന് പേടിച്ചിരിക്കണേ? എന്താ കാരണം? ആ പേടി ഇവനെ ഒന്നും ചെയ്യാൻ വിടൂല. അതുകൊണ്ടാണ് ഈ ആയത്ത്, അന്ത്യനാളിനെ കുറിച്ചുള്ള ആയത്ത്, സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിച്ചപ്പോൾ ചരിത്രത്തിൽ കാണാം, പിന്നെ സ്വഹാബത്തിന് വാഹനപ്പുറത്ത് കയറാൻ മനസ്സ് വരുന്നില്ല. ആ സ്വഹാബത്ത് എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഒരിടത്ത് ഇറങ്ങിയിട്ട് ടെന്റ് കെട്ടി അതിൽ താമസിക്കാൻ മനസ്സ് വരുന്നില്ല. ആ സ്വഹാബത്തിന്റെ വീട്ടിലെ അടുപ്പത്ത് ഭക്ഷണം പാകം ചെയ്യപ്പെടുന്നില്ല. ആ സ്വഹാബത്തിന് അതിനൊന്നും നേരമില്ല. സ്വഹാബത്ത് ഇങ്ങനെ കരയുകയാണ്. അവരാഖിറത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്, അന്ത്യനാളിനെ കുറിച്ച് ആലോചിക്കുകയാണ്. പിന്നീട് അവർക്ക് ഒന്നും ചിന്തിക്കാൻ നേരമില്ല. അതാ സ്വന്തം വീട്ടിൽ പോലും ആ സ്വഹാബത്തിന് ഭക്ഷണം പാകം ചെയ്യാൻ മനസ്സ് വന്നില്ല. എന്തേ കാരണം? അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ എത്തണം എന്നതാണ്. ഇവിടെ നുസ്റത്തുൽ ഇസ്ലാം എന്ന സംഘടന, അല്ലാഹുവേ, അത് എക്കാലത്തും ഈ നാട്ടിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന വിധത്തിൽ നിലനിർത്തണേ അല്ലാഹ്. ഓ യുവാക്കളെ, ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിഞ്ഞു. നുസ്റത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിനെ സഹായിക്കലാണ്. നുസ്റത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിന്റെ സഹായം. ഇസ്ലാമിന്റെ സഹായം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിനെ സഹായിക്കലാണ്. അങ്ങനെ ആ ഒരു സംഘടനയിലൂടെ ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞു എന്നറിഞ്ഞു. അല്ലാഹു അതെല്ലാം കബൂൽ ചെയ്യട്ടെ. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എന്ന് തോന്നുന്നു. മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം, ആരും അറിയാതെ എന്നും രാത്രി ഒരു തങ്ങളാണ് ആ മഹാൻ. പുറത്തിങ്ങനെ വലിയ ചാക്ക് നിറയെ, ഗോണി നിറയെ, കൊട്ട നിറയെ പാവങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചുമന്നുകൊണ്ടുപോയി ഓരോ വീട്ടിന്റെ വാതിലിന്റെ മുന്നിൽ അങ്ങ് വെച്ചിട്ട് മഹാനവരുകൾ പോകും. പുരക്കാര് വാതില് തുറന്നിട്ട് സുബഹിയാകുമ്പോഴേക്ക് പുറത്തു വന്ന് നോക്കുമ്പോ പുറത്ത് വീടിന് ആവശ്യമുള്ള കുറെ സാധനങ്ങളുണ്ട്. വെച്ച ആൾ ആരാണെന്ന് അറിയില്ല. ആർക്കും മഹാനവരുകൾ വഫാത്താകുന്നത് വരെ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ കാരണം? ഞാൻ ചെയ്യണത് ഞാനും എന്റെ റബ്ബ് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ആരെയാണോ സഹായിക്കുന്നത് അവർക്ക് പോലും അറിയണ്ട അത് ഞാനാണ് സഹായിച്ചത്. പക്ഷെ പിന്നീട് മഹാനവരുകൾ വഫാത്തായപ്പോഴാണ് അത് ആ മഹാനാണ് ഇക്കണ്ട കാലം വരെ അത് ചെയ്തിരുന്നത് എന്ന് നാട്ടുകാർ മുഴുവനും മനസ്സിലാക്കി. അതെപ്പോഴാണ്? മഹാനവരുകളെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ആ മയ്യത്തിന്റെ പുറം ഭാഗത്ത് കറുത്ത പാടുകളുണ്ട്. യുവാക്കളെ, ആ കറുത്ത പാടുകൾ മുഴുവനും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പുറം ഭാഗത്ത് ചാക്ക് നിറയെ, ഗോണി നിറയെ, കൊട്ട നിറയെ വീടിനാവശ്യമുള്ള വസ്തുക്കൾ കൊണ്ടുപോയി പാവങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ വെച്ചു കൊടുത്തതിന്റെ അടയാളമാണ് മയ്യത്തിന്റെ പുറം ഭാഗത്ത് കണ്ടത്. അതാണ് നുസ്റത്തുൽ ഇസ്ലാം. പാവങ്ങളെ സഹായിക്കുക അത് ചെറിയ വിഷയമല്ല.
അല്ലാഹുവേ നീ ഈ ചെറുപ്പക്കാരെ അനുഗ്രഹിക്കണം റഹ്മാനെ. അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം എന്താണ്? നിസ്കരിക്കൽ മാത്രമാണോ? നോമ്പ് നോൽക്കൽ മാത്രമാണോ? അല്ല, ഭക്ഷണം കൊടുക്കലാണ്. ഇവിടെ വന്നപ്പോൾ സയ്യിദ് അവറുകൾ പറഞ്ഞു, പരിശുദ്ധ റമളാനിൽ അടക്കം കിറ്റ് വിതരണം ചെയ്യുന്നു, ആഹാര വസ്തുക്കൾ എത്തിക്കുന്നു. ഏറ്റവും നല്ല കാര്യം ഭക്ഷണം നൽകലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖൈറുക്കും അൻഫഉക്കും ലിന്നാസ്. യുവാക്കളെ, നമ്മൾ ആർക്കും വേണ്ടാത്തവരായി അധപ്പതിക്കാൻ പാടില്ല. അതാണ് നേരത്തെ ഉസ്താദ് അവറുകൾ നമ്മുടെ സ്വാഗത പ്രഭാഷണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ സിദ്ദീഖ് ഹാജി ഈ സംഘടനയെ കുറിച്ച് കുറെ അങ്ങ് പറഞ്ഞപ്പോ ഉസ്താദ് ഇങ്ങനെ ഇരുന്നിട്ട് വലമുണ്ട് ഉസ്താദ് പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടിട്ട്. എന്താ കാരണം? നിങ്ങളെപ്പോലെ എത്ര യുവാക്കളുണ്ട്, ആ യുവാക്കൾ ആർക്കും വേണ്ട. എന്താ കാരണം? അവർ ഒരു നല്ലതിന്റെയും കൂടെ നിൽക്കൂല, മുന്നിൽ നിൽക്കൂല. ഇന്ന് പ്രത്യേകിച്ച് കഞ്ചാവ്, ഗാഞ്ച, ഭംഗി, മയക്കുമരുന്ന് ഇങ്ങനെ തുടങ്ങി പലതിന്റെയും പിന്നിൽ പോകുമ്പോൾ അതിനൊന്നും നേരം കിട്ടൂല. അതേസമയത്ത് നിങ്ങൾ അത്തരത്തിലുള്ള അനാശാസ്യതയുടെ പിന്നാലെ പോകാതെ എന്റെ യുവത്വം അത് എത്ര കാലം നിലനിൽക്കും എന്ന് പറയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഞാൻ എപ്പോ രോഗിയാകും എന്ന് പറയാൻ കഴിയില്ല. വലയമുണ്ടോ ഉസ്താദ്? ഒരു കാലത്ത് സാധുവായ ഞാൻ പ്രസംഗിക്കുന്നത് ആ പ്രായത്തിൽ നന്നായി പ്രസംഗിച്ചിരുന്നു നിന്നുകൊണ്ട്. ആ പ്രസംഗം മണിക്കൂറുകളോളം കേട്ടവരാണ് നിങ്ങൾ. പക്ഷെ ഇന്ന് ഉസ്താദിന് നിൽക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് ഇരുന്നിട്ട് സംസാരിക്കുന്നത്. ആരോഗ്യം എന്നത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അല്പാൽപമായി പ്രായം കൂടുന്നതനുസരിച്ച് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് യുവത്വത്തിൽ ചെയ്യാൻ പറ്റിയതൊന്നും പ്രായമായാൽ ചെയ്യാൻ പറ്റൂല. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ പറ്റിയതൊന്നും രോഗിയായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഓ ചെറുപ്പക്കാരാ, നിന്റെ യുവത്വം, നിന്റെ യുവത്വം കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വാർദ്ധക്യമുണ്ടാകും. ആ വാർദ്ധക്യം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നിന്റെ യുവത്വം നീ നന്നായി ഉപയോഗപ്പെടുത്തണം. ഇന്ന് നിനക്ക് നല്ല ആരോഗ്യമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ രോഗം വരാൻ ഇടയുണ്ട്. അല്ലാഹു കാക്കട്ടെ. ആ രോഗം നിന്നെ പിടിച്ചു കുലുക്കുന്നതിന് മുമ്പ് ഇപ്പോഴുള്ള നിന്റെ ആരോഗ്യം നന്നായി നാലാളുകൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ ചെലവഴിച്ചോ. ഇത് പറഞ്ഞ നേതാവല്ലേ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് നാലാളുകൾക്ക് ഉപകാരമുള്ള യുവാക്കളാകണമെന്ന് പറയുന്നത്. എന്തിനാണ്? ഖൈറുക്കും അൻഫഉക്കും ലിന്നാസ്. നിങ്ങളിൽ ഏറ്റവും ഖൈറായവരാരാണ്? ജനങ്ങൾക്ക് ഉപകാരമുള്ളവനാണ് ഏറ്റവും ഖൈർ. ഒരാൾ പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇബാദത്ത് എടുക്കുന്നു, നിസ്കരിക്കുന്നു, ഖുർആനോ, വേറൊരാള് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. അതിന്റെ ഇടയിൽ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകരിക്കണ കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആരാ ഏറ്റവും ഉത്തമം? ആദ്യം പറഞ്ഞ ആളല്ല, രണ്ടാമത്തെ പറഞ്ഞ ആളാണ്. എന്താ കാരണം? അയാൾ മറ്റുള്ള ആൾക്ക് ഉപകാരം ചെയ്യണം. ഉപകാരം ചെയ്യുന്നതിന് ഒരു മടി ഉണ്ടാകാൻ പാടില്ല. ഒരാണിനും ഒരു മടി ഉണ്ടാകാൻ പാടില്ല, ഒരു പെണ്ണിനും മടി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അബൂ ഹഫ്സ് നൈസാബൂരി റളിയല്ലാഹു അൻഹു മഹാന മംഗലം കഴിച്ചു. പുതിയ പെണ്ണും പുതിയാപ്പിളന്റെ പിറക്കെത്തി. മഹാനാണ് പുതിയാപ്പിള. അപ്പൊ പുതിയാപ്പിള മഹദി സൊഫ്ര ബീവിയാണ്. ഉമ്മമാർ കേൾക്കാൻ വേണ്ടി പറയാം. സൊഫ്ര ബീവി ആ ബീവിയോട് പറഞ്ഞു, നിങ്ങോ എന്റെ വീട്ടില്, ഭർത്താവായ എന്റെ വീട്ടില് 5 കാര്യം ശ്രദ്ധിച്ചിട്ട് ജീവിച്ചാൽ നിങ്ങളെ കുടുംബജീവിതം സുഖമായിട്ടുണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പുതിയ പെണ്ണിനോട് പുതിയാപ്പിള പറഞ്ഞതാ, മഹാൻ പറഞ്ഞ. അതിൽ 5ാമതായി പറഞ്ഞ എന്താണെന്നറിയാം? കഴിയുന്ന പരമാവധി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ നോക്കണോ. അങ്ങനെയാണ്. ചില പെണ്ണുങ്ങന്മാരുണ്ടാവും, മാപ്പിള ഗൾഫിലായിരിക്കും. ഉദാഹരണം പറയാം, നമ്മ ഗൾഫിൽ അല്ലെങ്കിലും നാട്ടിൽ തന്നെയാണ്. മാപ്പിളക്ക് ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും കയ്യിൽ കിട്ടിയാല് കുടുംബത്തിൽപ്പെട്ടവർക്കൊക്കെ കുറച്ച് ഇങ്ങനെ കൊടുക്കും.
ആ കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ത്രീകളുണ്ടാവും. കൊടുക്കിപ്പ, കൊടുക്കുന്നതിന് നിങ്ങൾ മടി ഒന്നും കാണിക്കണ്ട, കൊടുത്തെങ്കിലേ അള്ളാന്റെ ഭാഗത്ത് പിന്നെ നമുക്ക് വേണ്ടതെല്ലാം കിട്ടും, ആഖിറം രക്ഷപ്പെടും. അത് നല്ല പെണ്ണുങ്ങന്മാരാണ്. വേറെ ചില പെണ്ണുങ്ങന്മാരുണ്ടാവും, ഭർത്താവ് കൊടുന്നാൽ ആദ്യം തന്നെ ഭർത്താവും കൂടി കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി എടുത്തു വെക്കും. എന്തിനു? കാരണം ഭർത്താവെങ്കാലും കാണുന്ന സ്ഥലത്താണെങ്കിൽ ഭർത്താവ് പിന്നെ നാലാൾക്ക് അത് കൊടുത്തിട്ട് തീർക്കും. അതുകൊണ്ട് അത് വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തെങ്കിൽ മതിയാ, ഞങ്ങൾക്കും വേണ്ടേ, നിങ്ങൾക്കും ഇല്ലേ പുള്ളോ മക്കോ എന്നെല്ലാം പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ അങ്ങനത്തെ ചില സ്ത്രീകൾ. ചിലത് അങ്ങനെ കേട്ടോ, എല്ലാം കൊടുത്തിട്ട് ചില മനുഷ്യന്മാർ അങ്ങനെ ഉണ്ട്. ചില ഭർത്താക്കന്മാർ എന്താ എല്ലാവർക്കും കൊടുക്കും, ഭാര്യക്കും മക്കൾക്കും ഒന്നും കൊടുക്കൂല. അങ്ങനെ ആകാനും പാടില്ല. ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ഭാര്യക്കും മക്കൾക്കുമാണ്. അതാണ് നാളെ തുലാസിന്റെ തട്ടിൽ ഏറ്റവും കനം ലഭിക്കുന്ന നന്മ. അതാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മൾ ഉപകാരമില്ലാത്തവരാകാൻ പാടില്ല, ഉപകാരമുള്ളവരാകണം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്ക്, ആർക്കൊക്കെ ഉപകാരമുള്ളവരാകണം? പാവങ്ങൾക്ക് ഉപകാരമുള്ളവരാകണം, രോഗികൾക്ക് ഉപകാരമുള്ളവരാകണം. അതിന് ചെറുപ്പക്കാരെ നാലാളോട് നമ്മൾ കൈനീട്ടി യാചിക്കുന്നതിന് ഒരു മടിയും വേണ്ട. ഞങ്ങളെ സ്വന്തത്തിന് പിന്നൊരുത്തന്റെ കൈ മുന്നിൽ കൈനീട്ടുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചില മനുഷ്യന്മാർ അങ്ങനെ ഒരു വേറെ ആർക്കും കൈനീട്ടാൻ എന്ത് നേരല്ല, ഓർക്ക് തന്നെ ചോദിച്ചിട്ടെടുക്കുന്നത്. എനിക്ക് കുറച്ച് പൈസ വേണം, നീ തരുന്നേ. അങ്ങനെ ചോദിക്ക, കടാന്ന് ചോദിക്കുന്നില്ല. എന്താ കാരണം? കടാൻ ചോദിച്ചാൽ തിരിച്ചു കൊടുത്തണം, കൊടുത്തില്ലേ ഓൻ വിളിക്കും. അതുകൊണ്ട് മാന്യമായിട്ട് ഡീസന്റ് ആയിട്ട് ചോദിക്കാം, എനിക്ക് കുറച്ച് പൈസ വേണം, നീ തരുന്നേ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സ്വന്തത്തിന് ഒരിക്കലും ഒരാളെയും ആശ്രയിക്കാൻ പാടില്ല, അല്ലാഹുവിനെയാണ് ആശ്രയിക്കേണ്ടത്. അതേസമയം പാവങ്ങളായ രോഗികളുണ്ട്, അവരെ ചികിത്സക്ക് വേണ്ടി നമ്മൾ ഏത് മുതലാളിയുടെ വീട്ടിൽ ചെന്നാലും ചിലപ്പോ അയാള് നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചാലും ഞങ്ങക്ക് കൂലി കിട്ടി, പൈസ കിട്ടിണ്ടാവില്ല, കൂലി കിട്ടും. പൈസ കിട്ടിയാലോ 2 കൂലി കിട്ടി, പൈസ എടുത്തോ വന്ന കൂലി കിട്ടി. ഇല്ലെങ്കിലോ നമ്മൾ പോയി ചോദിച്ചതിന്റെ കൂലി കിട്ടിയില്ലേ? ആ കൂലിയൊക്കെ ആഖിറത്തിൽ ഇങ്ങനെ നോക്കുമ്പോ റബ്ബേ, പൈസ ഇങ്ങോട്ട് കിട്ടിയതിനേക്കാളും കൂലി കൂടുതൽ പൈസ കിട്ടാതിരിക്കുമ്പോഴാണ്. എന്താ കാരണം അറിയാം? അപ്പൊ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ? ഒരാളെ കാണാൻ ചെന്ന് നുസ്രത്തുൽ ഇസ്ലാമിന്റെ ചെറുപ്പക്കാര് ചെന്നിട്ട് അതിനോട് പറഞ്ഞ്, ഞങ്ങ ഒരു പാപ്പത്തിന്റെ പെണ്ണിനെ മങ്ങലാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിന് ഞങ്ങളെ കമ്മിറ്റി, അതുകൊണ്ട് നിങ്ങളെ ബകല് എന്തെങ്കിലും തരണം, 1 പവനാ 1/2 പവനാ തരണോ? അപ്പൊ അയാൾ പറഞ്ഞു, നിനക്കെന്നെ മങ്ങലാവല്ലേ ഓളെ, നീ എന്തിനു വേറാർക്കും? അതാ ഇങ്ങനത്തെ കുറെ കേൾക്കേണ്ടി വരും. അപ്പൊ മനസ്സെത്ര വേദനിക്കും, ആ മനസ്സിന് എത്ര നൊമ്പലുണ്ടാവും എന്ന് കരുതിയിട്ട് ഞാൻ വന്നിട്ട് കമ്മിറ്റിയിൽ പെട്ട് ഓൻ പറയുന്ന ബാക്കി ഞാൻ ഇല്ല, മതിയാക്കി. ഇത് ഒരു നുസ്രത്തുൽ ഇസ്ലാമും വേണ്ട, ഒരു മണ്ണങ്കട്ടം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ മതി. അതാ വേണ്ട, മതിയാക്കണ്ട. അത് ഇബ്ലീസിന്റെ പണിയാണ് നിന്നെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ. നീ മതിയാക്കാൻ പാടില്ല, നീ ഇബ്ലീസിനെ തോൽപ്പിച്ചിട്ട് അതിജയിക്കണം. മനസ്സിന് ബേജാറുണ്ടായില്ലേ അയാൾ അങ്ങനെ പറഞ്ഞപ്പോ? നായൻ ആഖിറത്തിൽ വലിയ പദവി ഉണ്ടാവും. അതുകൊണ്ട് സ്വർഗ്ഗം എത്തുന്ന ചിലപ്പോ നീ നിസ്കാരം ഉണ്ടായിരിക്കൂല, റമളാനിൽ നോമ്പുണ്ടായിരിക്കൂല, നിങ്ങൾ ഓതിയ ഖത്തും തീർത്തത് കൊണ്ടായിരിക്കില്ല. ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ കേൾക്കേണ്ടി വന്ന കുത്തുവാക്ക് അതിങ്ങനെ കുന്നുകൂടിയിട്ടുണ്ടോ? അവിടെ പോയി നോക്കുമ്പോ അതെന്തല്ല അവിടെ കൂടിനെ, അത് കേട്ട കുത്തുവാക്കുകളാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോയിക്കോന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തിനാണ്? അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ നോക്കണമെന്ന്. എന്നൊരു ചെറിയൊരു ഉദാഹരണം പറയാം, ബാക്കി ഞാൻ വാതിലേക്ക് എടുക്കാം. വാത് പറയണം. ചെറിയൊരു ഉദാഹരണം. എന്താണ്? ഒരാള് പള്ളിയിൽ വന്നു നിസ്കരിക്കാൻ വന്നു. അയാൾ ളുഹുർ നിസ്കരിച്ചിട്ടില്ല. ളുഹുർ ജമാഅത്ത് കഴിഞ്ഞ ശേഷമാണ് ഒരാൾ വന്നത്. അപ്പൊ നമ്മള് ജമാഅത്തെല്ലാം കിട്ടി, നിസ്കാരം കഴിഞ്ഞു. അയാൾ നോക്കുമ്പോ ഒറ്റക്കാണ് നിസ്കരിക്കുക. അപ്പൊ അയാളോട് ചോദിക്കണം, അല്ലേ എന്ത് നിങ്ങക്ക് ജമാഅത്ത് ആക്കുവാൻ ആശയുണ്ടാ? ജമാഅത്തായി നിസ്കരിക്കാൻ ആശയുണ്ടാ? അപ്പൊ അയാൾ ആശ ഉണ്ടെന്ന്. ചിലപ്പോ ആശ ഉണ്ടാവൂല, അല്ല ബേം പോണ്ടി വരും. ആശ ഉണ്ടെന്ന് ഞാൻ ജമാഅത്ത് കിട്ടണമെന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നേ, നോക്കുമ്പോൾ ജമാഅത്ത് ബേം തീർന്ന്
എന്ന് ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു സ്വറാക്ക, ഞാൻ കൂടുന്നത് നിന്റെ ഒക്കത്തെ ജമാഅത്തിനെ നമ്മ ജമാഅത്തെ നിസ്കരിക്കുക. അല്ല നിങ്ങൾ നിസ്കരിച്ചല്ലേ, ഒക്കെ നിസ്കരിച്ചിനല്ലേ, ഒക്കെ നിസ്കരിച്ചു നോക്കൂ. രണ്ടാമത്തോട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിസ്കരിക്കുക. അത് എന്താ സഹകരണ, എന്താ കാരണം ഞാൻ കൂടിക്കൊടുത്താൽ ഈ മനുഷ്യന് ഒരു ജമാഅത്ത് കിട്ടും. അത് ഇമാമികളൊക്കെ കിതാബിൽ പറഞ്ഞല്ലേ. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഇന്ന് വരെ ചെയ്തവരുണ്ടാ? ഞമ്മ നിസ്കരിച്ച് വലത്തും എടുത്ത് തിരിഞ്ഞു നോക്കൂല, ഒറ്റ പോക്ക. എന്താ കാരണം ഓമിറ്റ് വിളിക്കുവാനാണ് ബാക്ക് നിസ്കരിക്കാൻ വേണ്ടിട്ട്. ബയ്യക്ക് ഒരുക്കന്നെ നിസ്കരിച്ച് ഭാര്യ കഷ്ടത്തിൽ, പിന്നെ ബയ്യക്ക് നിസ്കരിക്കുന്നില്ലെങ്കിൽ അല്ലെ സഹകരിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ വരുന്നേ അല്ല, നിങ്ങൾ ഒരിക്കൽ നിസ്കരിച്ചല്ലേ, നിസ്കരിച്ചാലും ഞാൻ വരുന്നേ, എനിക്ക് അങ്ങനെ നിസ്കരിക്കാം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടാ? ഒക്കെ അങ്ങനെ ഉണ്ടോ? അങ്ങനെ തന്നെ ഉള്ളു, അങ്ങനെ തന്നെ ഉള്ളു. എന്ത് ഓർക്ക് നിസ്കരിച്ചെങ്കിലും രണ്ടാമതായിട്ട് ജമാഅത്തിന് അവസരം ഉണ്ടാ, നീ കൂടിക്കൊടുക്ക്. നല്ല കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ വന്നു, അയാൾ വേറെ നിസ്കരിക്കാൻ നോക്കുന്നു. അപ്പൊ പിന്നെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, ആരെങ്കിലും ഈ മനുഷ്യന് സ്വതക്ക കൊടുക്കാൻ ഉദ്ദേശമുണ്ടാ ചോദിച്ചു. സ്വതക്ക കൊടുക്കാൻ ഉദ്ദേശമുണ്ടാ? ഉണ്ടെങ്കിൽ അയാളെ കൂടെ നിന്ന് കൊടുക്കി നിസ്കരിക്കാൻ, അയാൾക്കൊരു ജമാഅത്ത് കിട്ടട്ടെ എന്നാണ്. സുഹൃത്തുക്കളെ, എന്തിനാണ് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം? ലക്ഷ്യം ഏറ്റവും പ്രധാനമാണ് സ്വർഗം. ദുനിയാവല്ലല്ലോ നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ലക്ഷ്യവും. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിലൊന്ന് എത്തിക്കിട്ടണം. അതിനാണ് ഞാൻ ഈ വാള് പറയുന്നത്, വാള് സംഘടിപ്പിക്കുന്നത്. ഇതുപോലെ പാപങ്ങളെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും എല്ലാം ചെയ്യുന്നത് സ്വർഗം കിട്ടാനാണ്. അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യദ്ഖുലു മിൻ ഉമ്മത്തി 70 അൽഫാ അൽ ജന്നത ബിഗൈരി ഹിസാബ്. കുറെ ആളുകൾ സ്വർഗത്തിൽ പോകും. അല്ലാഹു അക്കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തി തരട്ടെ. പക്ഷേ വിചാരണയില്ലാതെ, ചോദ്യമില്ലാതെ സ്വർഗത്തിൽ പോകുന്നവരാണ് 70,000 ആളുകൾ. എന്റെ സമുദായത്തിൽപ്പെട്ട 70,000 ആളുകൾ. അവരോട് ഒരു കയ്യും കണക്കുമില്ല, ചോദിക്കാനില്ല, വിചാരണയില്ലാതെ അവർ സ്വർഗത്തിൽ കടക്കൂ. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്. എന്ത് പറഞ്ഞാലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കാതിരിക്കില്ല. ആർക്കും ചോദിക്കാൻ ഒരു ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് എല്ലാം ചോദിക്കാൻ ധൈര്യം ഉണ്ടാവും. എന്റെ സമുദായത്തിൽ 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എണീറ്റിട്ട് ഒറ്റ ചോദ്യം, നബിയെ സ്വർഗ ചൊല്ലിങ് അങ്ങനെയാ 70,000 മാത്രമാ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നത്? അല്ല, ബാക്കിയുള്ളവരെല്ലാം സ്വർഗത്തിൽ പോകുന്നവരുണ്ടാവും, എന്നാലും വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന 70,000 ആളുകൾ. അല്ല, ആയെങ്കും അത് 70,000 മാത്രമാ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു. ഉമറിന്റെ നാവിൽ സത്യമല്ലാത്തത് വരൂല്ല. ഉമറു ഫിൽ ജന്നത്തി ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് പ്രഖ്യാപിച്ചതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 70,000 മാത്രാണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ. പക്ഷേ എങ്ങനെയുള്ള 70,000 ആണ് ഉമറേ? നിങ്ങൾ കരുതി വെച്ച 70,000 അല്ല. ومع كل ألف 70 ألفا. 70,000 ഓരോ 1000 ഉണ്ടല്ലോ, അങ്ങനെയുള്ള 70 അല്ലേ ഉള്ളത്. ആ ഓരോ 1000ന്റെ കൂടെ ഓരോ 70,000 ഉണ്ട്. അപ്പൊ എത്രയായി നിങ്ങൾ കണക്കൂട്ടി നോക്ക്. ഓരോ 1000ന്റെ കൂടെ ഓരോ 70,000. അങ്ങനെയുള്ളതായ 70,000 എന്റെ സമുദായത്തിൽപ്പെട്ടവർ വിചാരണയില്ലാതെ അവർ ഡയറക്റ്റ് ഗ്രീൻ ചാനലിലൂടെ, ഗ്രീൻ സിഗ്നലിലൂടെ സ്വർഗത്തിൽ കടക്കുന്നവരാ. അങ്ങനെ ആ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ
എണീറ്റ് നിന്നു. സദസ്സിൽ നിന്നൊരു ചെറുപ്പക്കാരനായ സ്വഹാബി. ആരാണ് സ്വഹാബി? സയ്യിദുനാ ഉക്കാശ റളിയല്ലാഹു അൻഹു. എണീറ്റിട്ട് ഉക്കാശ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി നബിയേ, ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും. ഇപ്പോ നിങ്ങൾ ചൊല്ലിയാരല്ലേ നബിയേ, 70,000 ആള് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പോകുന്നു. എങ്ങനത്തെ 70,000 ചോദിച്ചപ്പോ ഓരോ 1000ന്റെ കൂടെ ഓരോ 70,000 ഉണ്ടെന്ന് ചൊല്ലിയില്ലേ? അക്കൂട്ടത്തില് ഒരുത്തൻ ഞാനാകാൻ വേണ്ടി ഒന്നതും അരക്കി നബിയേ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഉക്കാശ റളിയല്ലാഹുവിന്റെ ആഗ്രഹം. അതിൽ ഒരുത്തൻ ഞാൻ എത്ര ആയിരം ഉണ്ട് ഇപ്പൊ ഇതില്? അതിൽ ഒരുത്തൻ ഞാനായി കിട്ടാൻ വേണ്ടി ഒന്നതും അരക്കൂ നബിയേ. ഉക്കാശ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരക്കാൻ പറയാണ്. ഈ അവസരം അങ്ങ് ഉപയോഗപ്പെടുത്തി ഉക്കാശ റളിയല്ലാഹു അൻഹു. നല്ല നല്ല അവസരം ഉപയോഗപ്പെടുത്തുന്നവരാണ് ബുദ്ധിയുള്ളവർ. നല്ല കാര്യം ചെയ്യാൻ അവസരം കിട്ടുമ്പോ മാറി നിൽക്കുന്നവൻ ബുദ്ധി കുറഞ്ഞവനാണ്, അവൻ ബുദ്ധിശൂന്യനാണ്. അതേ സമയത്ത് ഇങ്ങനൊരു സംഘടന നാട്ടിലുണ്ടെന്ന് അറിയുമ്പോൾ എനിക്കും അതിന്റെ ഒരു മെമ്പർഷിപ്പ് വേണം. നിങ്ങൾ പ്രവർത്തിക്കുമ്പോ നിങ്ങളെ കൂടെ എന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ ഞാനും ഒരാളായി പ്രവർത്തിക്കാൻ കൂടെയുണ്ടെന്ന് ആലോചിച്ച് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ മനസ്സ് കാണിക്കുന്നവൻ ആരാണോ അവനാണ് ബുദ്ധിമാൻ. ഉക്കാശ റളിയല്ലാഹു അൻഹു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അൻത മിൻഹു. ഓ ഉക്കാശ, ബേജാറാകണ്ട, നിങ്ങളാ കൂട്ടത്തിൽപ്പെട്ടയാളാണ് കേട്ടോ. ഇതങ്ങ് ചോദിച്ചപ്പോ അതിനുണ്ടല്ലോ, ആദ്യം ചോദിക്കാൻ ധൈര്യം കാണിക്കണം. അതിന് നല്ല അവസരത്തിൽ അങ്ങനെ അല്ലേ? ഞാൻ ആദ്യം ചോദിച്ച ആൾക്കത് കിട്ടും. പക്ഷെ അയാൾ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് അല്ലേ, മംഗളത്തിന്റെ പേർക്കെല്ലാം പോകുന്നുണ്ട്. മംഗളത്തിന്റെ പേരിലെല്ലാം നിക്കാഹ് കഴിഞ്ഞ ഉടനെ പായുന്ന ഒരു ഓട്ടം ഉണ്ടല്ലോ, എടുക്ക് നിങ്ങെന്ത് മംഗളത്തിന് പോയിട്ടൊന്നും ബൈക്കാതെ തിരിച്ചു വരുന്ന പരിപാടി നല്ലവരെ പോലെ ബൈക്കാൻ ഉണ്ണാന് ചോറുണ്ണാൻ പോലേ. നിക്കാഹ് കഴിഞ്ഞാൽ ചോറുണ്ണാൻ വേഗം പോ, പിന്നെ സീറ്റ് ഉണ്ടാകുന്നില്ല, പിന്നെ കുറെ നേരം കഴിയും. ആദ്യം പോയവൻ രക്ഷപ്പെടും. ഉക്കാശ തങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോ വിശ്വാസങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബേജാറൊന്നും ആവണ്ട ഉക്കാശ, അൻത മിൻഹും, നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടയാളാണെന്ന് പറഞ്ഞു. ഉക്കാശ റളിയല്ലാഹു ചോദിച്ചപ്പോ അടുത്തുണ്ട് വേറൊരു സ്വഹാബി. ഓർക്കൊരാഗ്രഹം, ഞാനും ഒന്ന് ചോദിക്കട്ടെ. ആ സ്വഹാബി എവിടെ നിന്ന് എണീറ്റു. എന്നിട്ട് ചോദിച്ചു, നബിയേ, ഉദ്ഉല്ലാഹ യജഅലനി മിൻഹും. ഉക്കാശ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഞാനും അതിൽ പെടാനൊന്ന് ദുആ ചെയ്യൂ നബിയേ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ആദ്യം ചോദിക്കേണ്ടിരുന്നു. സബഖക ബിഹാ ഉക്കാശ. ആ അവസരം ഉക്കാശ തങ്ങൾ കൊണ്ടുപോയി. ഇനി നമുക്ക് ബയ്യ നോക്കാം, പിന്നൊരുക്ക നോക്കാം. അപ്പൊ ആദ്യം ചോദിക്കാം. ആദ്യം ഏത് നല്ല കാര്യത്തിനും ആദ്യം ഇറങ്ങാണ്, അത് നല്ല അവസരമാണ്. സുഹൃത്തുക്കളെ, ആ സ്വർഗത്തിൽ ഞാനൊന്ന് പെടുമോ എന്ന് മഹാന്മാരായ സ്വഹാബത്ത്, അവർക്ക് ഇൽമിന്റെ കുറവില്ല, നീതിയുടെ കുറവില്ല, റബ്ബിന്റെ പേടിയുടെ കുറവില്ല, ഇബാദത്തിന് കുറവില്ല, തഖ്വക്ക് കുറവില്ല, നാലാൾക്ക് ഉപകാരം ചെയ്യുന്നത് കുറവില്ല. പക്ഷേ എനിക്ക് സ്വർഗത്തിൽ ഒരിടം കിട്ടുമോ എന്ന് സ്വഹാബത്ത് ചിന്തിക്കാൻ കാരണം അവർക്കതിന്റെ നിലയും വിലയും മഹത്വവുമെല്ലാം ശരിയാം വണ്ണം മനസ്സിലായത് കൊണ്ടാണ്. ആ സ്വർഗത്തിലെത്തുന്നവരാരാണ്? ഈമാനുള്ള ജനങ്ങളാണ്. മനുഷ്യനെന്ന് പറഞ്ഞാലോ, അതുകൊണ്ടാണ് ഈമാനുള്ള ജനങ്ങളുടെ വിശ്വാസം ഈ ലോകം എക്കാലത്തും നിലനിൽക്കുന്ന ലോകമല്ല, ഇതിനൊരവസാനമുണ്ട്.
ഇത് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിലെ ജനതയോട് പറഞ്ഞപ്പോ അന്നത്തെ ആളുകൾക്ക് അവിശ്വാസം തോന്നി. എന്തീ പറയുന്നേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ലോകമുണ്ട്, പറയുന്നത് ഇങ്ങനെ പറഞ്ഞപ്പോ അവരുടെ സംശയം തീർത്തു കൊടുക്കുകയാണ് ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി, മരണമുണ്ട്, ഇന്നും കണ്ടില്ലേ, മരിച്ചില്ലേ ഇവിടെ, അദ്ദേഹത്തിന് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. ഞങ്ങൾ അവിടെ പോയി യാസീനോദി ദുആ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്തിനാണ് യുവാക്കളെ, എന്തിനാണ് അങ്ങോട്ട് പോയി ദ്വാർന്നിട്ട് വന്നത്? കേവലം മരിച്ചു എന്നതുകൊണ്ട് മാത്രമാണോ? അല്ല. എന്നോട് പറഞ്ഞു, ഈ നാട്ടിൽ ആര് മരിച്ചാലും ഖബറ് കുഴിക്കുന്നിടത്തും മയ്യത്തിനെ കിടത്തുന്നിടത്തും മൂപ്പര് മുന്നിലുണ്ടാകൂ. അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ വേഗം പോവാൻ തോന്നും. എന്തേ കാരണം? നാലാൾക്ക് ഉപകാരം ചെയ്ത ആളാണ് അയാള്, ഒരുപാട് ആൾക്ക് ഉപകാരം ചെയ്ത ആളാണ്. അപ്പൊ അയാളങ്ങ് മരിച്ചപ്പോൾ വലമുണ്ടോ ഉസ്താദ്, അവിടെ പോയി ദുആ ചെയ്തു. ഈ സാധുവായ മുത്തഅല്ലിമായ ഞാൻ അവിടെ പോയി യാസീനോദി ദുആ ചെയ്തു. എന്തിനാണ്? നാലാൾക്ക് ഉപകാരം ചെയ്തയാള് മരിച്ചാൽ എല്ലാരെ ദുആയും അയാൾക്ക് കിട്ടും. അല്ലാഹു അദ്ദേഹത്തിനും ഈ നാട്ടിൽ നിന്ന് മുൻകാലങ്ങളിൽ ആരെല്ലാം മരിച്ചുപോയി ഖബറിൽ കഴിയുന്നുവോ അവരെയും ഞങ്ങളെയുമെല്ലാം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. സുഹൃത്തുക്കളെ, ആ മരണം സത്യമാണ്. മരണത്തിന് ശേഷം ഖബറിലുള്ള ജീവിതം സത്യമാണ്. അത് വെറുതെ കൊണ്ടുപോയി ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കൊണ്ടുപോയി മറവ് ചെയ്യലല്ല. ഖബർ ജീവിതം ഹഖാണ്. ആ ഖബറിൽ മുൻകർ നകീർ എന്ന മലക്കുകൾ വന്നിട്ട് ചോദ്യം ചോദിക്കുന്നത് ഹഖാണ്. അത് ഇല്ലാത്തത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ല. എന്നിട്ടോ ആ ഖബറിൽ പോയി കിടത്തലോടുകൂടെ എല്ലാം അങ്ങ് തീർന്നു പോയി എന്നുണ്ടോ? ഇല്ല. അവിടെ നിന്നതാ ഒരു ദിവസം പുനർജന്മമുണ്ട്. ആ ഖബറിൽ കിടന്ന ഖബറാളികൾക്ക് മുഴുവനും പുനർജന്മമുണ്ട്. ആദ്യമായി പുനർജന്മം ലഭിക്കുന്ന നേതാവ് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ആദ്യത്തെ പുനർജന്മം. ഇത് സ്വലാത്ത് വാർഷിക പരിപാടിയും കൂടിയാണ്. ഇപ്പൊ ഞങ്ങൾക്കെല്ലാം ഉള്ള വില എന്ത് പറയുന്നത്? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്ത് എന്ന് പറഞ്ഞ വിലയാണ്. അതിന്റെ അപ്പുറം വേറെ എന്ത് വില? വില കുറെ പേരുണ്ടാവും, മഹത്വ കുറെ ഉണ്ടാവും. ഏറ്റവും വലിയ നിലയും വില എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്ത് എന്നാണ്. ബാപ്പ നല്ല പേരുള്ള ബാപ്പയാണ് എങ്കില് തങ്ങന്മാരോടും ആലിമീങ്ങളോടൊക്കെ വലിയ അടുപ്പം ഒക്കെ ഉള്ള ബാപ്പയാണെങ്കിൽ അയാളെ മോന് തങ്ങന്മാരുടെ അടുത്ത് പോയിട്ട് മിണ്ടുന്ന എങ്ങനെ അറിയോ? ഞാൻ ഇന്ന് ആചാര മോനാണ്. എന്താ കാരണം? അത് പറയാനൊരു സന്തോഷം, അത് പറയാനൊരു സന്തോഷം. നല്ല ഉസ്താദാണ് പഠിപ്പിച്ചതെങ്കിൽ ആ ഉസ്താദിന്റെ ശിഷ്യനാണോ എന്നാ വേറെ ആളോട് പറയുമ്പോ ഞാൻ ആ ഉസ്താദിന്റെ ശിഷ്യനാണ്, അതൊരു ക്രെഡിറ്റ് ആണ് അല്ലേ? ചില സ്ത്രീകൾ കണ്ടില്ലേ, നല്ല ഭർത്താവാണെങ്കിൽ, നാട്ടിലെല്ലാവർക്കും ഇസ്സത്തൊക്കെ ഉള്ള ഭർത്താവാണെങ്കിൽ മംഗളത്തിന്റെ പുരക്ക് പോയാൽ, അപ്പൊ ഈ മംഗളത്തിന്റെ പുരക്കെല്ലാം പോയാൽ ഗുർത്താന്ന് അറിഞ്ഞിട്ടൊന്നുണ്ട്, പെണ്ണുങ്ങ ഗുർത്താന്ന്. അപ്പൊ ഇതാര് ഇത്? അത് ഞാൻ ഇന്നാളെ സന്തോഷത്തോടെ പറയും, ഞാൻ ഇന്നാളെ തിരിയോ ഇന്നാളെ ഭാര്യ. അതേ സമയത്ത് കള്ളും കുടിച്ച് നടക്കണാണ്, എല്ലാ തോന്നിവാസത്തിലും ഓനുണ്ട്, ഗുലുമാലിലും ഓനുണ്ട്. എങ്കില് പാവം ഈ പെണ്ണ് കഷ്ടകാലത്തിന് അച്ചങ്ങായിന്റെ ഭാര്യയായി വന്നതാണ്. എന്താ ചെയ്യാ ഇനി? മംഗളത്തിന്റെ പുരക്ക് ആരെങ്കിലും നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല ഞാനുമ്പോ, ഞാൻ എന്റെ നാട് അവിടെ, ഞാൻ പെണ്ണിന്റെ കുടുംബത്തിൽപ്പെട്ടത്, അങ്ങനെ ബന്ധിനെന്ന് പറയും. ഭർത്താവ് ഇന്നതെന്ന് അറിയില്ല. എന്താ കാരണം? അത് പറഞ്ഞാൽ നിലയും വില ഉണ്ടാവൂല. അങ്ങനെയാണ് എന്റെ കണക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് നിന്നപ്പോ സുനനു തുർമുദിയിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടിയെന്ന്. ഒരുപാട് നബിമാരെ കണ്ടല്ലോ, നബിമാരെ കണ്ടു എന്നാ പറഞ്ഞ, നബിമാരെ ഫോട്ടോ കണ്ടു എന്നല്ല.
സുബ്ഹാനല്ലാഹ്. പുത്തനാശയക്കാരെന്താ പറയണേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണ്, സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു, സാധാരണ മനുഷ്യനെ പോലെ മരണപ്പെട്ടു, സാധാരണ മനുഷ്യനെ മറവ് ചെയ്യും പോലെ മറവ് ചെയ്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം പോലും മണ്ണിൽ ജീർണിച്ചു പോകും, ഇല്ലെങ്കിൽ എന്തിനാണ് അത് മറവ് ചെയ്യേണ്ട ആവശ്യം എന്ന് ചോദിച്ച് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ, പുസ്തകങ്ങളിൽ അവർ എഴുതി വെച്ചത് ഇന്നും നമ്മുടെ ആലിമീങ്ങൾ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതുപോലത്തെ ഒരു റജബ് 27 രാവല്ലേ ഇസ്രാ മിഅ്റാജ് പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നബിമാരെയാണ് ഓരോ ആകാശങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. ഓരോ സ്ഥലങ്ങളിലും സ്വാഗതം ചെയ്യാനും വരവേൽക്കാനും ഓരോ നബിമാരുണ്ടായിരുന്നില്ലേ? ഞാനിപ്പോൾ അതിലേക്ക് കിടക്കണില്ല. ആ നബിമാരെയൊക്കെ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബരി. മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബറിൽ മൂസ നബി അലൈഹിസ്സലാം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. സ്വപ്നം കണ്ടു എന്നല്ല പറഞ്ഞു, ഞാൻ കണ്ടു എന്നാ പറഞ്ഞേ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ നബി അലൈഹിസ്സലാം മണ്ണിൽ ജീർണിച്ചു പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഇല്ല, യുസല്ലി എന്നാ പറഞ്ഞേ. മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. മൂസ നബി അലൈഹിസ്സലാം വഫാത്തായിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് നടത്തിയത്? ആ മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പച്ചക്കള്ളം പറഞ്ഞതാണോ, വെറുതെ പറഞ്ഞതാണോ? നമ്മൾ ഇത് മനസ്സിലാക്കണം. ഞാനിപ്പോഴൊന്നും ഇവിടെ അത്രക്കാരില്ലാത്ത കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കണില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖീതു ഇബ്രാഹിം അലൈഹിസ്സലാം ലൈലത ഉസ്രിയ ബി. ഞാൻ ഇസ്രാ യാത്ര നടത്തിയപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, അഖ്രി ഉമ്മതക മിന്നിസ്സലാം. നിങ്ങളെ ഉമ്മത്തിന് എന്റെ ഒരു സലാം പറയൂ നബിയേ. ഒന്ന് ആലോചിച്ചു നോക്ക്, ആരുടെ സലാമാണ് നമുക്ക് കിട്ടിയത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടവർ ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല. ഞാനും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. ആ കാണാത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്റെയും നിങ്ങളുടെയും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അതാ സലാം പറഞ്ഞേക്കുകയാണ്. അവിടുത്തെ ഉമ്മത്തിന് എന്റെ ഒരു സലാം പറയൂ നബിയേ. അപ്പൊ എനിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സലാം കിട്ടാൻ കാരണം, നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സലാം കിട്ടാൻ കാരണോ ഞാൻ ഇന്നയാളെ മോനായത് കൊണ്ടാണോ, പുള്ളിയായത് കൊണ്ടാണോ? അല്ല, ഞാനും നിങ്ങളും ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരായത് കൊണ്ടാണ്. എന്നിട്ട് പറയാണ്, നബിയേ, അവിടുത്തെ ഉമ്മത്തിന് ഞാനൊരു ഇൽമു പറഞ്ഞു തന്നാൽ അങ്ങൊന്ന് പറഞ്ഞു കൊടുക്കുമോ നബിയേ? ഏതാണ് ഇൽമ? അന്നൽ ജന്നത ത്വയ്യിബത്തു തുർബത്തി അദ്ബത്തുൽ മാ. ഓ, സ്വർഗമുണ്ടല്ലോ, നല്ല ശുദ്ധമായ മണ്ണുള്ള കേന്ദ്രമാണ് സ്വർഗം. ശുദ്ധമായ പാനീയമുള്ള വെള്ളമുള്ള കേന്ദ്രമാണ് സ്വർഗം. അതൊന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. പക്ഷേ ആ സ്വർഗം കിട്ടണോ? വെറുതെ അങ്ങ് കിട്ടൂല. അതേ, ആ സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കേണ്ടുന്ന ഗിടമാണ്, തയ്യാണ്. അതേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. കഴിവിന്റെ പരമാവധി അത് വർദ്ധിപ്പിക്കണോ? ഓ, മറക്കപ്പുറത്തിരുന്ന് വാത കേൾക്കുന്ന ഉമ്മമാരെ, വാത കേൾക്കുന്ന സഹോദരിമാരെ, മൊബൈൽ ദിക്റ് ചൊല്ലിയാ പോരാ. മൊബൈല് ദിക്റ് ചൊല്ലിയാ പോരാ, ഞമ്മ ചൊല്ലണം. അത് മൊബൈലിന്റെ ഒക്കത്തെ ചൊല്ലിയാലും കുഴപ്പമില്ല, ഞമ്മ പേരെന്നെ ചൊല്ലിയാലും കുഴപ്പമില്ല. അതങ്ങനെ പറയാൻ കാരണം
അല്ലെങ്കിൽ ഞാൻ ഓൺലൈൻ മജ്‌ലിസിന്റെ വിരോധി എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒക്കത്തെ ചൊല്ലിയെങ്കിലും കുഴപ്പമില്ല, വേറെ ചൊല്ലിയെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മൊബൈലിനെ മാത്രം അവിടെ ചൊല്ലാൻ വിട്ടിട്ട് ഞമ്മ ദൂരെ പോയിട്ട് ഞമ്മ പേരെന്നെ വർത്താനം പോരല്ല. മൊബൈൽ അവിടെ അടുക്കളയിൽ അവിടെ അതാതും ആയിക്കൊണ്ടു എല്ലാം ആയിക്കൊണ്ടു. അല്ല ഉസ്താദെ, അതൊരു ബർക്കത്ത് തന്നെയല്ലേ? പൊരല് ഇങ്ങനെ കേൾക്കുന്ന ഒരു ബർക്കത്തല്ലേ? നമ്മ ചൊല്ലിയെങ്കിൽ ചൊല്ലിയെങ്കിൽ ഓക്കെ, നിങ്ങൾ ചൊല്ലിയെങ്കിൽ കുറച്ച് ബർക്കത്ത് കൂടുതലുണ്ടാവും. അതിനത് പറഞ്ഞു തരണേ. ബർക്കത്ത് എത്ര കിട്ടിയാലും മതിയാ അല്ല, മതിയാവൂല. നമുക്ക് എത്ര കിട്ടിയാലും അല്ല, എന്നാലും ഒരു ബർക്കത്തിനുണ്ടായിക്കോട്ടെ. അതാ ഞമ്മ ബൈക്കുമ്പോണ്ടല്ലേ കൊറേ അങ്ങ് ബൈച്ച് ഇനി മതി 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 മതിനായി. പിന്നെയാണ് ഇയാൾ ചിന്തിക്കണേ മതിയായിട്ടില്ല, മതിയും തോന്നിന് മാത്രം കുറച്ചടി ബർക്കത്തിനടി. അവിടെ മാത്രം ഒരു ബർക്കത്ത് എടെ തിന്ന് നടത്തി കുറച്ചടി ബർക്കത്തിന് എല്ലോണം ലേസോ കുറച്ചിട്ടാ മതി. ബർക്കത്ത് വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞു തന്നത് അത് മാത്രം പോരാ, നമ്മളും ഒപ്പം ചൊല്ലണം. ഏറ്റവും കൂടുതൽ ചൊല്ലണം. സ്വർഗത്തിലെത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബിയെ തങ്ങളെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തതാണത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ആ ദിക്റങ്ങ് ചൊല്ലൂ. സ്വർഗം കിട്ടാൻ പ്രധാനപ്പെട്ട വഴിയാണ്. അതൊന്ന് അവിടുത്തെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കൂ നബിയേ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, മരണത്തിന് ശേഷം ഒരു പുനർജന്മമുണ്ടെന്നത് സത്യമാണ്. ആ പുനർജന്മമുണ്ടെന്ന വിഷയത്തിൽ സംശയിക്കുന്നവരുണ്ടോ? എന്നാൽ ഖുർആൻ പറയാണ്, നിങ്ങളാരും സംശയിക്കണ്ട, ഞാനതാ നിങ്ങൾക്കത് വേണ്ടതുപോലെ മനസ്സിലാക്കി തരാം. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്നതിൽ സംശയിക്കണ്ട, ഞാനതാ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് തരാം. ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ ലിനുബയ്യിന ലക്കും വനുഖിറു ഫിൽ അർഹാമി മാ നശാ. ഞാനും നിങ്ങൾ മുമ്പുണ്ടായിനോ? ഇവിടെ ഞങ്ങളിവിടെ ഉണ്ടായിനോ? ഞാനും നിങ്ങൾ മുമ്പിടെ ഉണ്ടായിരുന്നോ? നിങ്ങളെ പണ്ടേ ഉള്ളതുപോലെ ആക്കുന്നവരല്ലേ ഉണ്ടായിന? ആരുണ്ടായിട്ടില്ല. ഞമ്മല്ല പിന്നെ ഉണ്ടായവരല്ലേ? അങ്ങനെയല്ലേ എന്റെ കണക്ക്? അതാ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞേ, എന്തു ഇല്ലാത്ത ഇടത്തേക്ക് നിങ്ങൾ ഞാൻ ഉണ്ടാക്കി. അന്ന് നിങ്ങളെ തടി തന്നെ ഇല്ല. അങ്ങനത്തെ നിങ്ങളെ ഞാൻ ഉണ്ടാക്കിയ എടന്നുണ്ടാക്കിയ ഒരു മണ്ണ്. അതെങ്ങനെ മണ്ണിന്നുണ്ടാക്കുന്നേ? അത് ഞമ്മളെ ഉപ്പോ ഞങ്ങളെ ഉമ്മോ ഓരല്ലോ പച്ചക്കറിയെല്ലാം തിന്നാറ്. പച്ചക്കറിയെല്ലാം ഈ മണ്ണിന്റെ സഹായം കൊണ്ടുണ്ടാകുന്നല്ലേ തർക്കാരി. അതെല്ലാം ഉണ്ടാക്കി തിന്നപ്പോ അതിലൂടെ ഇന്ദ്രിയത്തുള്ളി ഉണ്ടായി. ആ ഇന്ദ്രിയത്തുള്ളി ബാപ്പാന്റെ മുതുകുന്ന് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വന്നു. ഗർഭപാത്രത്തിൽ വന്നിട്ട് അവിടെ ഇത് ഇന്ദ്രിയത്തുള്ളിയായിട്ട് തന്നെ ഉണ്ടായിനി. പിന്നെ നോക്കുമ്പോ അത് ഒരു ചോരക്കട്ടായിട്ട് വന്നു. പിന്നെ നോക്കുമ്പോ ഇറച്ചി കട്ടായി. രൂപം ഉള്ളതുമായി രൂപം ഇല്ലാത്തതുമായി. എന്തു ഇല്ലാത്തടന്ന് ഞാൻ നിങ്ങളെ ഈ നിലക്ക് എത്തിച്ചെങ്കില് മരിച്ച ശേഷം നിങ്ങളെ തടിയെങ്കിലും കബറിൽ കൊണ്ടുപോയി വെച്ചതല്ലേ, അവിടുന്ന് എനിക്ക് പിന്നെ പുനർജന്മം തരാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാല് അത് നടക്കാൻ പോണ കാര്യമാ? അല്ലാഹു തആല പറയാണ്, എന്തും ഇല്ലാത്തടന്നല്ലേ നിങ്ങളെ ഞാൻ പഠിച്ചേ. പക്ഷേ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ എല്ലാരും മിക്ക പെണ്ണുങ്ങന്മാരും പെരുന്നെപ്പോ 7 മാസം 7.5 മാസം. നിങ്ങൾ ഇത് ചൊല്ലുമ്പോ കൂറത്തങ്ങളെ നെനപ്പാന്നല്ലേ നിങ്ങൾക്കല്ലേ? അള്ളാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ അല്ലെ? കൂറത്തങ്ങൾ അങ്ങനുണ്ട്. അവരൊക്കെ നമ്മളെ ഇന്ന് ഞങ്ങളെ കൂടെ അങ്ങനെ വേദി പങ്കിടാനില്ലാതായിപ്പോയി. അള്ളാഹു നീ അവരോടൊക്കെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. ഇല്ലേ, ഇന്ന് മിക്ക പെണ്ണുങ്ങന്മാരും, മിക്കെന്നല്ല മംഗലാപുരത്ത് പോയി നോക്കുമ്പോ മാപ്പല അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന കാണും. എന്തേ അത് പെഞ്ഞായി എത്ര ആളുസ്താദ് ഓക്കെ. NICU എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ICU അല്ല, NICU.
എന്താ അത് NICU എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പുള്ളനെ കടത്തുന്ന സ്ഥലം, ഹോസ്പിറ്റൽ. മിക്കതും ചിലപ്പോ മാസം ഭർത്തിയാകാതെ പ്രസവിച്ചിട്ട് അങ്ങനെ ഉണ്ടല്ല, കുറച്ച് പോയിട്ട് ചൂടിൽ കിടത്തും, കുറച്ച് ഒരു മാസോ ഒരു 26 ദിവസമോ അത് ഓരോന്നിന്റെ ആവറേജ് അനുസരിച്ചുണ്ടാവും. അപ്പൊ എന്റെ പെഞ്ഞ പെത്താൽ ഉസ്താദ് ഒക്കെ തിങ്ങൾ ഭർത്തിയാവാണ്ട് പെത്തോ, അങ്ങനെ കിടാവു NICU-ലുണ്ടു. അതാ കണ്ട, അങ്ങനെ പറയാം. അവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നോക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് കൂടുതലും. അപ്പൊ പറയുന്നത് ഇപ്പൊ ചമ്മ പെണ്ണിങ്ങമാർ അങ്ങനെ മേ പേരേ ബാവ, അങ്ങനെ തിങ്ങൾ ഭർത്തിയാവാൻ ടങ്കോറ മസാറ ഒന്ന് വേഗം പെത്തിട്ട് വിടാന്ന് അല്ലേ. നിങ്ങക്കിത് പറയുമ്പോ ചിരി വരുന്നത്, ഞാൻ വെറുതെ പറയുന്നല്ല. അതിന്റെ ഇടങ്ങേറ് ഓർക്കുവോ റബ്ബിനെ അറിയോ അത്ര ഒക്കെ അല്ലാ. അതുകൊണ്ടാണ് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ എങ്കാലും കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഒക്കെ ഒരു ബേജാറ് ബാപ്പക്ക് ഏതായാലും ഉണ്ടാവും, ഉമ്മാക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബേജാറാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആ ഉമ്മാനെ സമാധാനിപ്പിക്കേണ്ടത് ബാപ്പയാണ്, ഭാര്യനെ സമാധാനിപ്പിക്കേണ്ടത് ഭർത്താവാണ്. എന്താ കാരണം? ഞമ്മ ഈ കുഞ്ഞിനെ പുറത്തിട്ട് നടന്നില്ല, ഞമ്മ ഒന്ന് ഞമ്മളയിൽ ഉണ്ടായതിനെ ഒന്ന് ഓർക്ക് കൊടുത്തു എന്ന് മാത്രം. അതേ സമയത്ത് ഇതിനെ ഇക്കണ്ട മാസങ്ങളോളം ചുമന്ന് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ചുമന്നു കൊണ്ടുപോയത് ഓരാണ്. അവസാനം പ്രസവിച്ചു നോക്കുമ്പോ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയില്ല എന്ന് കണ്ടാൽ അതിന്റെ ഒക്കെ വിഷമം ബാപ്പക്കുണ്ടാവും, ഇല്ലാന്നല്ല ഞാൻ പറയണേ. ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് ആർക്കാണ്? ഉമ്മാക്കാണ്. അല്ലാഹു അവർക്കും ഞങ്ങൾക്കൊക്കെ നല്ല ക്ഷമ നൽകട്ടെ. ഇല്ലേ? അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. എത്ര സമയം വരെ വെക്കും? ഒരു കുഞ്ഞ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഏതുവരെ ഉണ്ടാവും? ഖുർആൻ പറഞ്ഞത് ഒറ്റ വാക്കാണ്, ഇലാ അജലിൻ മുസമ്മ. അതിന് നിശ്ചിതമായ ഒരു അവധിയുണ്ട്, അതുവരെ ഉണ്ടാവും, പിന്നെ പ്രസവിക്കും. ആ നിശ്ചിതമായ അവധി എത്ര? മഹാന്മാര് പറഞ്ഞ് ചിലപ്പോ 6 മാസമായിരിക്കും, 6 മാസത്തിൽ പ്രസവിക്കും ചിലപ്പോ. അങ്ങനെ കുറെ കണക്കുണ്ടാവും. ചില മഹാന്മാരെ ചരിത്രത്തിലൊക്കെ കാണാം, അങ്ങനെയൊക്കെ പറയപ്പെടുന്ന കിതാബിലൊക്കെ എന്താണ്, ആ മഹാന് 2 വർഷം വരെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച്, പെണ്ണുങ്ങന്മാർ ഏം കേൾക്കുവാരിപ്പോ 2 വർഷം. ഇത് 1 വർഷം തന്നെ ഇവിടെ വലത്തുന്ന ഭാര്യ കഷ്ടത്തിൽ ബാത്തിൽ 2 വർഷമാണ്. അത് ഉമ്മമാരെ നിങ്ങളെ പോലത്തെ പെണ്ണുങ്ങന്മാരെ കുറിച്ചല്ല പറഞ്ഞ, പണ്ടത്തെ പെണ്ണുങ്ങന്മാർ. അങ്ങനെയൊക്കെ ഒരു അവധി കണക്കുണ്ടായിരുന്നു. മഹാന്മാരൊക്കെ കിതാബിൽ ഒരുപാട് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ. ഇപ്പോഴും ഞാൻ അതിലേക്ക് കടക്കണില്ല. അത് അങ്ങനെ ഒരു കാലം ഉണ്ടായേക്കാം. ഇക്കാലത്ത് അങ്ങനെ എവിടെയെങ്കിലും നടന്നു എന്നൊന്നും ഞാൻ പറയല്ല, ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ രൂപത്തിൽ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് പിന്നീടതാ സുമ്മ നുഖ്രിജുകും തിഫ്ലാ. ഓ യുവാക്കളെ, ഇന്ന് ഞാനും നിങ്ങളും ഒരുപാട് പ്രവർത്തിക്കുന്നു, ഓടി നടക്കുന്നു. എന്നാൽ എങ്ങനെയാണ് ഞാൻ ഈ നിലക്കെത്തിയത്, എങ്ങനെയാണ് നിങ്ങൾ ഈ നിലക്ക് എത്തിയത് എന്നതിനെ കുറിച്ച് ഞാനൊന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ലേ? നിങ്ങളൊന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ലേ? അതാണ് ഗർഭപാത്രത്തിലുള്ള ഇന്ദ്രിയത്തുള്ളി. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഒരു നിശ്ചിതമായ അവധി വരെ അവിടെ ഇങ്ങനെ ഞാൻ സംവിധാനിക്കും. സുമ്മ നുഖ്രിജുകും തിഫ്ലാ. പിന്നെ അതാ ഞാൻ നിങ്ങളെ ഉമ്മാന്റെ ഉദരത്ത് നിന്ന് ഒരു കുഞ്ഞായി പുറത്തേക്ക് കൊണ്ടുവരൂ. സുമ്മ ലിതബ്ലുഗു അശുദ്ധകും. പിന്നെ നിങ്ങൾ ഇങ്ങനെ വലുതായി 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 പ്രായം ഇങ്ങനെ വെച്ചു വരൂ. യുവാക്കളാകൂ, പിന്നെ പ്രായമുള്ളവരാകൂ, യുവതികളാകൂ, പിന്നെ വയസ്സുള്ളവരായി മാറൂ. എന്നാൽ അക്കൂട്ടത്തിൽ വമിൻകും മൻ യുതവഫാ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ. ചില ആളുകൾ വേഗം മരിക്കൂ. വലുതാകുന്നതനുസരിച്ച് കുറെ അങ്ങ് കഴിയുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യും ചില ആളുകൾ. വേറെ ചില ആളുകളോ അവരും അതുപോലെ ഷീറിനെ എടുക്കാണ്ട് ആരും പോകണ്ട. അത് ഞാൻ പോണോന്ന് ചൊല്ലെങ്കിലും ഓർ പോവാലെ.
അല്ലാതെ ഇപ്പൊ ഇത്ര നേരമായിട്ട് ഓരല്ലേ ഇരുന്ന് നൗഫൽസക്കാവിന് വേലക്കാനാ. അതിപ്പോ പൊരല് പോയാലോ ലൈവിൽ തെച്ചങ്ങായി കാണിക്കുന്ന ലൈവിൽ ഓരങ്ങ് കേൾക്കും. അത് നെയ്ച്ചോറിന് മണടിച്ചിട്ടില്ല. ഞാൻ 12 മണിക്ക് നമുക്കൊന്ന് പോവാം. അവലെ 12 മണിക്ക് പോവാം. അവലെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് പിന്നെ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് തങ്ങള് പറഞ്ഞതാ. ഉമ്മമാരോട് പറയാം, തങ്ങൾ സാധാരണഗതിയിൽ വേറെ സ്ഥലത്തെല്ലാം പോയാൽ ആരെങ്കിലും വന്നിട്ട് പറയലാണ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നത്. ഇവിടെ തങ്ങ വന്നിട്ട് എന്റെ ചെവിട്ടിൽ പറഞ്ഞ് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് പോകുന്നു. അപ്പൊ നല്ല പൈസ ഇന്നത്തെ ബക്കറ്റ്. ഇന്നത്തെ ആ ബക്കറ്റ് ഒന്ന് എനിക്ക് കാണണം, പെണ്ണുങ്ങന്മാരുടെ ബക്കറ്റവാ. അതിൽ നല്ല പൈസ ഉണ്ടാവും. കാരണം എന്താ, തങ്ങൾ പറഞ്ഞിട്ട് ആ ബക്കറ്റ് പോകണം. അള്ളാഹുവേ, ഈ നാട്ടിലെ കൊടിപ്പാടി അർക്ക എന്താ സ്ഥലത്തിന് പേര്? എന്താ സ്ഥലത്തിന് പേര്? കൊടിപ്പാടി. പിന്നെന്തൊക്കെ ഉണ്ടല്ലോ, അർക്ക. നിങ്ങൾ എല്ലാരെ പിടിച്ച് അർക്കുന്നവരാന്നല്ലേ? ഞാൻ ഒരിക്കൽ ഇങ്ങോട്ട് വരുമ്പോ പേടിച്ചാവാ. എന്താന്നറിയാം, നോട്ടീസിൽ കണ്ട അർക്കാൻ. കാരണം സമ്മതം ചോദിക്കാൻ മാത്രം നേരം ഉണ്ട് തോന്നുന്നു. അർക്ക അർക്ക ആയിക്കോട്ടെ, നല്ലതിനെല്ലായിടത്തോളി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഉമ്മമാരെ ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടു കൂടെ റജബ് മാസാണ്, നന്നായി കൊടുക്കും ഉമ്മ. അല്ലാഹുവേ, ഈ സദസ്സിലുള്ള എന്റെ എല്ലാ പ്രിയപ്പെട്ട ഉമ്മമാരെയും എന്റെ ജേട്ടത്തിമാരെയും അനുജത്തിമാരെയും നീ കാക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് 12 മണിയാകുമ്പോഴേക്ക് നമുക്ക് എല്ലാം കഴിഞ്ഞ് പോവാം. അതുകൊണ്ട് ഷീറിനി കൊടുക്കുന്നുണ്ട്. ഷീറിനി വാങ്ങിയിട്ട് എല്ലാം പോകണം. എനിക്ക് ഒരു പിന്നെ ഞാനും ഉറങ്ങാൻ പോകുന്ന പേരൊരു പുറക്കാണ്. അപ്പൊ ആ പുറക്ക്